നമസ്കാരം. മുക്കത്ത് പീഡന ശ്രമം ചെറുക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടി പരിക്കേറ്റ സംഭവത്തിൽ ഹോട്ടൽ ഉടമയായ ദേവദാസ് അപമര്യാദയായി പെരുമാറിയതിന്റെ കൂടുതൽ തെളിവുകൾ കിട്ടി. യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ദുരുദ്ദേശത്തോടെയല്ല യുവതിയുടെ അടുത്തെത്തിയതെന്നുമാണ് ദേവദാസ് നേരത്തെ പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇയാൾ നിരന്തരം യുവതിയോട് അപമര്യാദയായി പെരുമാറുകയും ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുകയും ചെയ്തതായി തെളിവുകൾ കിട്ടി. പീഡന ശ്രമത്തിന് ശേഷം സങ്കേതം ഹോട്ടൽ ഉടമ ദേവദാസ് യുവതിയെ ഭീഷണിപ്പെടുത്തിയതിനും തെളിവ് പോലീസിന് ലഭിച്ചു. ലൈംഗിക താൽപ്പര്യങ്ങളും ശരീരവർണ്ണനയും നടത്തി ഇയാൾ ജീവനക്കാരിക്ക് വാട്സപ്പ് വഴി സന്ദേശങ്ങൾ അയച്ചിരുന്നു. മോശമായ പെരുമാറ്റത്തിന് പലവട്ടം ഇയാൾ മാപ്പ് പറയുന്ന സന്ദേശങ്ങളുമുണ്ട്. യുവതി പരിക്ക് പറ്റി ആശുപത്രിയിലായ ശേഷമാണ് ഇയാൾ ഭീഷണി സന്ദേശം അയച്ചത്. നിനക്കുള്ള ആദ്യ ഡോസാണിത് എന്നായിരുന്നു ഭീഷണി. പലവട്ടം ദേവദാസ് അപമര്യാദയായി പെരുമാറിയതോടെ ജോലി രാജിവെക്കുന്നതായി യുവതി അറിയിച്ചു. ഇതോടെയാണ് ക്ഷമാപണം നടത്തി സന്ദേശങ്ങൾ അയച്ചത്. തന്റെ ഭാഗത്തു നിന്നും ഇനി മോശമായ ഒരു പെരുമാറ്റം ഉണ്ടാകില്ലെന്ന് ദേവദാസ് ഉറപ്പ് നൽകി. ബിസിനസ് ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും അവസാനമായി ഒരു അവസരം നൽകണമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. കടമായി നൽകിയ പണം തിരിച്ചയക്കരുത്, നീ സങ്കേതത്തിലെ മാലാഖ ആണെന്നും വാട്സപ്പ് സന്ദേശത്തിലുണ്ട്. യുവതിയുടെ ശരീരഭാഗങ്ങളെക്കുറിച്ചും ഇയാൾ വർണ്ണനകൾ നടത്തുന്നുണ്ട്. മോശമായ പെരുമാറ്റവും സന്ദേശങ്ങളും ഉണ്ടാകരുതെന്ന് യുവതി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും സന്ദേശങ്ങളിൽ വ്യക്തമാണ്. ദേവദാസിൽ നിന്നുള്ള ശല്യമേറിയതോടെയാണ് യുവതി ഇക്കാര്യം ഇയാളുടെ ഭാര്യയെ അറിയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. പിന്നീട് ദേവദാസും ജീവനക്കാരും ഭീഷണിയുമായി താമസ സ്ഥലത്തെത്തുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. തുടർന്നാണ് യുവതി രക്ഷപ്പെടാനായി 1-ാം നിലയിൽ നിന്നും ചാടിയതും ഗുരുതരമായി പരിക്കേറ്റതും. ഒളിവിൽ പോകുന്നതിനിടെ കുന്നംകുളത്ത് വെച്ച് പിടിയിലായ ദേവദാസ് റിമാൻഡിലാണ്. ദേവദാസിന്റെ കൂട്ടാളികളായ 2 ജീവനക്കാർ കീഴടങ്ങിയിരുന്നു. സുരേഷ്, റിയാസ് എന്നിവരാണ് താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. നട്ടലിന് പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.